വീക്ക്ലി ഒരു വിസിറ്റായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവരെ കെയർ ഓഫിലാണ് നമ്മൾ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയത്. പക്ഷെ നമ്മൾ വിചാരിച്ചതിനേക്കാളും സക്സസ് ആവുകയും ചെയ്തത്. പേഷ്യന്റിന് ബാഹുല്യം കൊണ്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ ടൈം 2 വെൽ നോൺ നെഫ്രോളജിസ്റ്റിനെ കിട്ടിയതുകൊണ്ട് നമ്മളത് ഒന്ന് വിപുലീകരിക്കാൻ തീരുമാനിച്ചു. ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു 2 മാസം കൊണ്ടാണ് ഈ ഡയാലിസിസ് യൂണിറ്റ് നമ്മൾ മോഡിഫൈ ചെയ്തത്. ഏകദേശം 65 ലക്ഷത്തോളം ചെലവഴിച്ചിട്ടാണ് ഇതുണ്ടാക്കിയത്. ഇതിൽ നമ്മൾ പറയാനുള്ളത്, ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ ഒരു നെഫ്രോളജി യൂണിറ്റിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. നമ്മൾ ഏകദേശം 15 ലക്ഷത്തോളം ചെലവഴിച്ചിട്ട് പോർട്ടബിൾ അൾട്രാസൗണ്ട് യൂണിറ്റ് അടക്കം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അൾട്രാസൗണ്ട് ഗൈഡഡ് എല്ലാ ബയോപ്സികളും ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ്. ഒരു മൈനർ OT അടക്കം ഓപ്പറേഷൻ തിയേറ്റർ പ്രൊസീജിയർ റൂം അടക്കം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 40ഓളം രോഗികൾക്ക് ഒരു ദിവസം ഡയാലിസിസ് ചെയ്യേണ്ട സൗകര്യമാണ് അവിടെ ഒരുക്കിയിരിക്കുക. അതിന്റെ കൂടെ എനിക്ക് 3 കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന്, അവിടുത്തെ സ്റ്റാഫ് സിസ്റ്റം. നിങ്ങൾക്കറിയായിരിക്കും, നമുക്കവിടെ ഒരു നല്ലൊരു ഇൻചാർജ് അവിടെ ഉണ്ട്. ആ ഇൻചാർജ് അവന് കാലിക്കറ്റ് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ ഇൻചാർജിനെ നമ്മൾ ഇവിടെ വരുത്തിച്ച് ആ ഇൻചാർജിന്റെ അണ്ടറിൽ ഏകദേശം 20ഓളം സ്റ്റാഫുകൾ 24 മണിക്കൂറും ഒരു കംപ്ലൈന്റ്, കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഒരു കംപ്ലൈന്റും ഇല്ലാതെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത്, ഇപ്പൊ മോഡിഫൈ ചെയ്ത് യൂണിറ്റിൽ നിങ്ങൾ ഏത് ICU പേഷ്യന്റിനെ കിടത്തിയാലും, ന്യൂറോ ICU ആണെങ്കിലും കാർഡിയക് ICU ആണെങ്കിലും മെഡിക്കൽ ICU ആണെങ്കിലും സർജിക്കൽ ICU ആണെങ്കിലും എന്തെങ്കിലും ഒരു കേസ് ചെയ്യണമെന്ന് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ നമ്മൾ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതത് ICU ചെയ്യേണ്ട സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുക. മൂന്നാമത് പറയാനുള്ളത്, നമുക്ക് ഏറ്റവും നല്ല 2 ഡോക്ടേഴ്സാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇതുമായിട്ട് സേവനമനുഷ്ഠിക്കുന്നത്. ഒന്ന് ഡോക്ടർ അഖിൽ, MBBS-ഉം MD-യും TM-ഉം എല്ലാം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ച ഡോക്ടറാണ്. രണ്ടാമത്തത് ഡോക്ടർ ടോം. ഡോക്ടർ ടോം ആണെങ്കിൽ MD ഏറ്റവും വലിയ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടായ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹിയിലാണ് MD കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർമാരുടെ സ്വപ്നമാണ് PGI ചണ്ഡീഗറിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവിടുന്ന് PG എടുക്കുക എന്നുള്ളത്. ആ ഹോസ്പിറ്റലിൽ PGI ചണ്ഡീഗറിനാണ് DM കഴിഞ്ഞിരിക്കുക. ഇങ്ങനെ ഒരു ഡോക്ടർ വളരെ റെയറായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ അത്രയും നല്ലൊരു മാൻ പവർ, അത്രയും നല്ലൊരു ഡോക്ടേഴ്സ് 2 പേരുള്ളത് കൊണ്ടാണ് നമ്മൾ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയാണ് ഈ സിസ്റ്റം ഇവിടെ മോഡിഫൈ ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷെ ഒരുപക്ഷെ ഈ ഏറ്റവും വലിയ നമ്മളെ സഹായിച്ച ഒരു മനുഷ്യനാണ്, മനുഷ്യനല്ല, നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ദൈവം പോലത്തെ ഒരു മനുഷ്യനാണ് പാക്കഞ്ഞി അബ്ദുല്ല ഹാജി. ഞങ്ങൾ ഒരു കാലത്ത് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ ഫൈനാൻഷ്യലായിട്ട് ഭയങ്കര വീക്കായ സമയത്ത് ഞാനൊരു പ്രൊപ്പോസൽ പ്രസിഡന്റ് എടുത്ത് പറഞ്ഞു, നമുക്ക് മൊബൈൽ ICU തുടങ്ങണമെന്ന് വെച്ച്. അപ്പോഴ് കാലിക്കറ്റ് മിംസിന് മാത്രമേ മൊബൈൽ ICU ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് തുടങ്ങണമെങ്കിൽ പൈസയില്ല. അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരാളുണ്ട് ഡോക്ടറെ, അവിടെ പോവാം. അവിടെ പോയ പാടാണ് ആ സമയത്ത്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 10 ലക്ഷത്തിന്റെ ചെക്ക് ആ സമയത്ത് എഴുതി തന്നെയാണ്. അത്രയും ഒരു നല്ല മനുഷ്യനായിരുന്നു. അവരെന്ന് പറഞ്ഞാല് ഏകദേശം ഇപ്പോഴും ഒരുപാട് ഇതുപോലെ ഡയാലിസിസ് യൂണിറ്റില് അവര് നടത്തിക്കൊണ്ടായിരുന്നു. ഇപ്പോഴും ഏലാങ്കോട് ഒരു വലിയ ഡയാലിസിസ് യൂണിറ്റ് അവര് പേരിൽ തന്നെ നടക്കുന്നുണ്ട്. അപ്പൊ അവർ ഈ ഡയാലിസിസ് ആയിട്ട് വളരെ ബന്ധമുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ ഈ ഡയാലിസിസ് യൂണിറ്റിൽ അയാളുടെ നമ്മൾ ഫൈനാൻഷ്യൽ അസിസ്റ്റന്റ് ഒന്നും വാങ്ങിയിട്ടില്ല. നമ്മൾ ആ ഒരു നന്ദി കൊണ്ടാണ് ഈ യൂണിറ്റിലോട്ട് അയാളുടെ പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എല്ലാവരും യൂസഫ് അലി, ലുലുവിന്റെ യൂസഫ് അലി എന്നൊക്കെ പറയും. അതൊന്നും ഒരു യൂസഫ് അലിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പാക്കഞ്ഞി കുഞ്ഞബ്ദുള്ളാജി പോലെ ഒരു മനുഷ്യൻ അതിന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എത്രയോ കാലമായി, 55 കൊല്ലമായി അദ്ദേഹത്തെ പരിചയം. ഇത്രയും വലിയ വ്യവസായ പ്രമുഖനായ അദ്ദേഹം ദുബായിൽ അൽമദീന സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു വലിയ വ്യവസായ ശൃംഖലയുടെ അധിപനായിട്ടുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കാണുമ്പോൾ അദ്ദേഹം ഉണ്ടാവും ഒരു പശുവിനെ കഴിച്ചിട്ട് പറമ്പിൽ നടക്കുന്നത്. ആര് പോയാലും ആയിരത്തെ സമ്പാദിക്കും. ഇങ്ങനെ ഒരു മനുഷ്യൻ അദ്ദേഹമാണ് എനിക്ക് തോന്നുന്നു ഈ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും നല്ല ഡയാലിസിസ് യൂണിറ്റ് എല്ലാം കൊണ്ട് വെറുതെ, അതുപോലെ അനാഥാലയങ്ങൾക്ക്
എത്രയോ അനാഥാലയങ്ങൾ നടത്തുന്ന ആള്. അതുപോലെ കരുണ മെഡിക്കൽ കോളേജ് പാലക്കാട് അദ്ദേഹത്തിൻ്റെ ആണ്, ആർക്കും അറിയില്ല. അതുപോലെ അദ്ദേഹത്തിന് തന്നെ അറിയില്ല എത്ര സ്ഥലമുണ്ട്, കിട്ടുന്ന ആരും. അപ്പോൾ അത്രയും നല്ല ഒരു കുടുംബമുള്ള ആള്. നമ്മൾ ഇന്ദിരാഗാന്ധി ആസ്പത്രിയിൽ അദ്ദേഹവും ഞാനുമായിട്ടുള്ള ബന്ധം ഞാനിവിടെ പറയുന്നില്ല. ഞാൻ അവസാനമായി കണ്ടത് എൻ്റെ മകളെ മൈസൂർ JSS മെഡിക്കൽ കോളേജിലുള്ള സമയത്ത് അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബെൻസ് കാറിൽ ഞാൻ മുമ്പിലിരുന്ന് മൈസൂർ വരെ പോയി അദ്ദേഹത്തിൻ്റെ ഒരു വീട്ടിൽ ഭക്ഷണം കഴിച്ച് വൈകുന്നേരം എൻ്റെ വീട്ടിൽ കൊണ്ടുപോക്കിയ അദ്ദേഹം. ഇന്നലെ രാത്രി അതിന് മുമ്പ് ഒരു കാര്യം വെറുതെ കൂടി പറയാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആമിന ഉമ്മ, അവർക്ക് കലശലായ ഹാർട്ട് അറ്റാക്ക് വന്നു, പിടക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം അവര് ഇന്ദിരാഗാന്ധി ആസ്പത്രിയിലെത്തി. അത് ദീപക് രാജ് ഇവിടെ ഉണ്ടായിരുന്നു. വളരെ സീരിയസ് ആയിരുന്നു. പക്ഷെ ദൈവം എന്തോ അദ്ദേഹത്തെ സഹായിച്ചു. പെട്ടെന്ന് തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, അവർ രക്ഷപ്പെട്ടു. ഇത് ഇന്ന് എന്തോ പറയുക ദൈവികമായിട്ടുള്ള ഒരു വിളിയാണ്. ഇന്നലെ രാത്രി ആ അമ്മ വീണു, പരിക്ക് പറ്റി. എന്നെ വിളിച്ചു ഡ്രൈവർ കബീർ അദ്ദേഹത്തിന്റെ മകനെ പോലെയാണ്. എന്നെ വിളിച്ചു പറഞ്ഞു, റഹീം പാക്കറ്റ് വിളിച്ചു പറഞ്ഞു ഉമ്മ വീണു. ഞാൻ ഉടനടി ഇന്ദിരാഗാന്ധി ആസ്പത്രിയിൽ എല്ലാ സജ്ജീകരണം ചെയ്തു. ശ്രീകാന്ത് ഡോക്ടറെ വിളിച്ചു പറഞ്ഞു, വീട് റൂം ഏൽപ്പിച്ചു, ഓപ്പറേഷൻ ഏൽപ്പിച്ചു. ഉമ്മ വന്നു, പരിശോധിച്ചു, സ്റ്റിച്ച് ചെയ്തു. ഞാൻ എല്ലാ സൗകര്യം ഏർപ്പെടുത്തിയിട്ട് ഉമ്മ കിടക്കാൻ തയ്യാറായില്ല. ഉമ്മ പോയി, അവരെ വീട്ടിലേക്ക് പോയി. സുഖമായിട്ട് ഇത് വന്നിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ ഭാര്യ, അവരെ കുടുംബം, നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മുട്ടക്കണ്ടി അബ്ദുള്ള നമ്മുടെ വൈസ് ചെയർമാനാണ്. അദ്ദേഹത്തിന്റെ എല്ലാവരെയും പരിചയം. അദ്ദേഹത്തിന്റെ ബാപ്പ മുട്ടൻകണ്ടി കുഞ്ഞമ്പത്ത്, അദ്ദേഹം എൻ്റെ ആത്മാവായിരുന്നു, എൻ്റെ ജീവിതമായിരുന്നു. 1975 മുതൽ കുറുപ്പിന്റെ കൂടെ എൻ്റെ കൂടെ ഇന്ന് നെല്ലുപോലെ നടന്ന എന്നെ മകനെ സ്നേഹിച്ച ആ പൊട്ടക്കണ്ടി കുഞ്ഞപ്പുള്ള ഹാജി, അദ്ദേഹത്തിന്റെ സഹോദരിയെയാണ് ഈ പാക്കറ്റിൽ കുഞ്ഞപ്പുള്ളാക്കി കല്യാണം കഴിച്ചത്. വലിയൊരു തറവാട്, കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഒരു തറവാട് പാക്കറ്റി, അതുപോലെ പൊട്ടക്കണ്ടി കുടുംബം. ഇതാണ് ഇന്ദിരാഗാന്ധി ആസ്പത്രിയുടെ വളർച്ചയ്ക്ക് എക്കാലവും പിറകിൽ നിന്നത്. ഇനിയും അവരും അവരുടെ കുടുംബങ്ങളും ഉണ്ടാവും. എന്റെ ജീവനക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇന്നലെ വരെ ഇന്ദിരാഗാന്ധി ആസ്പത്രി എന്താണോ മർദ്ദവും, നാളെ മുതൽ ജനുവരി 1 മുതൽ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ കുതിരപ്പുറത്താണ്. ഇതുവരെ നമ്മൾ കഴുതപ്പുറത്താണ് യാത്ര ചെയ്തതെങ്കിൽ ജനുവരി മാസം മുതൽ നമ്മൾ കുതിരപ്പുറത്താണ്. ഞങ്ങൾ ഓടുകയാണ് വിജയത്തിലേക്ക്. കണ്ണൂർ ജില്ലയിൽ, കേരളത്തിൽ, ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ അമ്മയുടെ പേരിലുള്ള ഈ സ്ഥാപനം വളർന്ന് വലുതാവുന്നു. ഇന്ത്യയിലെ എല്ലാ ആളുകൾക്കും ആശ്രയമാകുന്ന ഒരു വലിയ സംരംഭം ആകുന്നു. ഇതിൽ ഒരു തിരിഞ്ഞു നോട്ടവുമില്ല. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുമായി നമ്മൾ മുന്നോട്ട് പോകും. ജനങ്ങളെ സേവിക്കുക, അതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ധർമ്മം. ആ ധർമ്മം ഏറ്റെടുത്തുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും കണ്ണൂർ ജില്ലയിൽ വളരെ നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിന് രാഷ്ട്രീയപരമായ ഏതാളുകളുമായി, മുഖ്യമന്ത്രിയുമായും വേണമെങ്കിൽ മുഖ്യമന്ത്രിയുമായും മറ്റ് ആര് വേണമെങ്കിലും കേന്ദ്രമന്ത്രിയുമായും എല്ലാം സംസാരിച്ചുകൊണ്ട് ഈ തലശ്ശേരിയിലെ ഈ സഹകരണ പ്രസ്ഥാനത്തിലെ ജനങ്ങളുടെ പ്രസ്ഥാനമാക്കി മാറ്റും എന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഹ്രസ്വമായ ഭാഷയിൽ എന്റെ എല്ലാമായ പിതാവ് എല്ലാമായ ഞാൻ പറഞ്ഞത്, ഞാൻ പഠിച്ച നിർമ്മലേരി കോളേജിൽ എൻ്റെ വളരെ ജൂനിയറായി പഠിച്ച ഒരാളാണ്. നിർമ്മലേരി കോളേജിന്റെ മാനേജറാണ് ഞാൻ. നിർമ്മലേരി കോളേജുമായിട്ടുള്ള 69 മുതലുള്ള ബന്ധമാണ്. 69-ലാണ് ഞാൻ അവിടെ പഠിച്ചത്. എൻ്റെ ജീവിതത്തിലെ ഒരു വഴികാട്ടിയാണ് നിർമ്മലേരി കോളേജ്. ഇത് 2021 അഭിമാനത്തോടു കൂടി ഞാൻ പറയാം, ഞാൻ ആ നിർമ്മലേരി കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റാണ്. ലണ്ടൻ കോളേജിലാണ് എന്റെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചത് എങ്കിൽ നിർമ്മലഗിരി കോളേജിലെ ആ നിത്യശാന്തമായ അന്തരീക്ഷത്തിൽ 2 വർഷം വള്ളോപ്പള്ളി തിരുവേലിയുടെ ഒരു ശിഷ്യനായി നമ്മുടെ അവിടെ ജീവിക്കാൻ പഠിക്കാൻ കഴിഞ്ഞ ആ ഒരു ഭൂതകാലത്തിന്റെ ഓർമ്മകൾ എപ്പോഴും ഉണ്ട്. അവരുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ താൽമാനിയത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. റോമിൽ വത്തിക്കാനിൽ ഞാൻ പോയപ്പോ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കാണാം, പക്ഷെ കണ്ടില്ല. അവിടെ
കറുത്ത പുകയും വെളുത്ത പുകയും അതുപോലെ ബിഷപ്പുമാരെ ഒപ്പിനെ തിരഞ്ഞെടുക്കുന്ന മുറിയും എല്ലാം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിനെ കണ്ടില്ല. അദ്ദേഹം അവിടെയായിരുന്നു. പക്ഷെ ഏതായാലും തലശ്ശേരിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ പറ്റും. ഇത്രയും നല്ല ഒരു മനുഷ്യ സ്നേഹിയെ എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇന്നലെ ഇന്ദിരാഗാന്ധി ആസ്പത്രിയിലെ 3 വർഷം ജോലി ചെയ്ത ഒരു പാവപ്പെട്ട സഹോദരി നേഴ്സ് ഉണ്ടായിരുന്നു. അവള് ഇവിടുത്തെ ലേബർ വാർഡിൽ ജോലി ചെയ്തതാണ്. അഞ്ജലി, അവള് സൗദി അറേബ്യയിൽ ജോലിയായിരുന്നു. ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് പോയത്. അവള് രാത്രി ആസ്ട്രോഡെപ്സി എറണാകുളത്ത് വന്നു. ഇവിടെ വെച്ച് മരിച്ചു. വെളിമാനത്തായിരുന്നു ഇതിന്റെ സംസ്കാരം. ആരും പോയില്ലെങ്കിലും ഞാനും എൻ്റെ ജീവന്റെ ജീവനായ ഈ ജനറൽ മാനേജർ ദാമോദരൻ ഞങ്ങൾ രണ്ടുപേരും പോയി അന്ത്യകർമ്മത്തിൽ പങ്കെടുത്തു. എന്നിട്ടാണ് ഞങ്ങൾ തിരിച്ച് രാത്രി വീട്ടിലെത്തിയത്. ബഹുമാനപ്പെട്ട ബിഷപ്പിനെ ഔദ്യോഗികമായ കർമ്മം നവീകരിച്ച് പുനഃസമർപ്പിച്ചു എന്ന് കാണുന്നതിൽ ഞങ്ങൾക്ക് ഈ തലശ്ശേരിയിലെ പൗരർക്ക് വളരെയേറെ നന്ദിയും കടപ്പാടും ഇതിന്റെ പ്രസിഡന്റിനോട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരോടുമുണ്ട്. കാരണം ഒരു ഡയാലിസിസ് ഒരാൾക്ക് സംലഭ്യമാക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആയുസ് ഒരാഴ്ച കൂടി നീട്ടിക്കൊടുക്കുക എന്ന അത്രയും പ്രാധാന്യം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഡയാലിസിസ് രോഗികളെ സംബന്ധിച്ചിടത്തോളം ഡയാലിസിനുള്ള സൗകര്യങ്ങൾ വർദ്ധിച്ചു വരിക എന്നുള്ളത് വളരെ ആവശ്യമാണ്. നമ്മുടെ ഈ ചുറ്റുവട്ടങ്ങളിൽ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വൃക്ക രോഗികളുള്ളത് ഈ പ്രദേശത്താണെന്നാണ് ഇപ്പോൾ ഡോക്ടർ ടോം പറഞ്ഞത്. അപ്രകാരം ഈ എന്തുകൊണ്ടാണ് നമ്മുടെ ദേശത്ത് വൃക്ക രോഗം ഇത്രയും വർദ്ധിക്കുന്നത് എന്നുള്ളത് വിവരമുള്ളവർ പഠിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ഏതാണെങ്കിലും രോഗികളായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. ആ ഒരു ആവശ്യകത മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്പറം ദിവാകരൻ സാറിന്റെ നേതൃത്വത്തിൽ ഈ ഒരു വലിയ സംരംഭം ഇവിടുത്തെ ഡോക്ടർമാരെ കുറിച്ച് സ്വാഗത പ്രഭാഷകൻ വളരെ കൃത്യമായി പറഞ്ഞു. അവർ രണ്ടുപേരും എത്രമേൽ പരിണിത പ്രജ്ഞരാണ് എന്നും ഈ നാടിന് അനുഗ്രഹമായി തീരാൻ കഴിവുള്ളവരാണ് എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആ സമർത്ഥരായ ഡോക്ടർമാരുടെ കീഴിൽ ഈ നാട്ടിലെ വൃക്ക രോഗികൾ തങ്ങളുടെ രക്ഷകരെയും രക്ഷാസങ്കേതവും കണ്ടെത്തട്ടെ എന്ന ആശംസയോടെ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ശ്രീ നമ്പറം ദിവാകരൻ, നമുക്കറിയാം അദ്ദേഹം ഒരു വലിയ പ്രസ്ഥാനമാണ്. അദ്ദേഹം പറഞ്ഞു പോകുമ്പോൾ എല്ലാവരും ബഹുമാനിക്കപ്പെട്ടതായി തോന്നും. അതാണ് നമ്പറം ദിവാകരൻ സാറിന്റെ ഒരു പ്രത്യേകത. വളരെ കൃത്യതയോടെ ഇത്രയും തിരക്കുകളുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ബിഷപ്പ് ഹൗസിൽ വന്നിരുന്ന് മണിക്കൂറുകൾ സംസാരിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും സമയം അവർ കണ്ടെത്തുന്നത്? ആ സമയം എന്ന് പറയുന്നത് ആ മനുഷ്യനോടുള്ള കരുതലും സ്നേഹവുമാണ് എന്ന് ഞാൻ തിരിച്ചറിയും. ധർമ്മലേരി കോളേജിന്റെ ആലുമിനി അസോസിയേഷൻ പ്രസിഡന്റായിട്ട് അവിടെ എല്ലാ പരിപാടിക്കും വരും. അദ്ദേഹം എങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ സംലഭ്യനാണ്, എല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലായിടത്തും സംലഭ്യനാകുന്നത് ഈശ്വരന്റെ ഗുണമായിട്ടാണ് നമ്മൾ വിശ്വസിക്കുക. ദൈവീയ ഗുണമുള്ള എല്ലാവർക്കും അതുപോലെ ഈ സമയത്തെ അതിജീവിക്കാനുള്ള കഴിവുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്പറം ദിവാകരൻ സാറിന് ഞങ്ങൾ എല്ലാവരുടെയും ഹൃദയപൂർവമായ നന്ദിയും കൂടി അറിയിച്ചുകൊണ്ട് ഈ ഡയാലിസിസ് സെന്ററിന് എല്ലാ ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഞാനിവിടെ ഒരു നെഫ്രോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 4 മാസമായിട്ടുള്ളൂ. അപ്പം എൻ്റെ ഒപ്പമുള്ള സഹപ്രവർത്തകൻ ഡോക്ടർ ആദ്യമുള്ള 1 വർഷമായിട്ടുണ്ട്. അപ്പം ഞാൻ 4 മാസം മുമ്പ് ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഇവിടെ 2019 മുതൽ വൃക്കരോഗ വിഭാഗം ഡയാലിസിസ് ഉണ്ട്. അതിന് മുൻപ് ഡോക്ടർ വിനു ഗോപൻ ഇപ്പോൾ മൈക്രോ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് സാറിൻ്റെ അണ്ടറിൽ ഇവിടെ നെഫ്രോളജി OPD ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ സാറിൻ്റെ നേതൃത്വത്തിലും പിന്നെ ഇവിടുത്തെ ഡയാലിസിസ് ഇൻചാർജ് സ്റ്റാഫിൻ്റെ നേതൃത്വത്തിലും നല്ലൊരു ടീം ഇവിടെ ഓൾറെഡി വർക്കിംഗ് ആയിരുന്നു. അവരുടെ അണ്ടറിലെ യൂണിറ്റ് വളരെ നന്നായിട്ട് ഫങ്ഷനിങ് ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു യൂണിറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വളരെയധികം സൗകര്യമുണ്ട്. അത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ 4 മാസം മുമ്പ് ഇവരെ ആദ്യം പരിചയപ്പെടുമ്പോൾ നമ്മുടെ ദിവാകരൻ സാറും സുധീഷ് സാറിനും ഈ യൂണിറ്റിനെ കുറിച്ച് ഈ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളുണ്ടെന്നും അവരുടെ പദ്ധതികൾ അവരോട് പറഞ്ഞിരുന്നു. അന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളെക്കാളും ഏറ്റവും അധികം ഭംഗിയായിട്ട് അതെല്ലാം പൂർത്തീകരിച്ച് സമയക്രമമായി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. അതും ഒപ്പം തന്നെ തികഞ്ഞ സഹകരണത്തിന് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. നമുക്ക് ചുറ്റും വൃക്ക രോഗികൾ വർദ്ധിക്കുന്നു എന്ന് എല്ലാവരും പറഞ്ഞ് നമുക്കറിയാം. പ്രത്യേകിച്ച് തലശ്ശേരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ തലശ്ശേരി പുതിയതാണ്, എൻ്റെ വീട് കോട്ടയമാണ്.
അവിടെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചുറ്റും ഒരു ഡയാലിസിസ് സെന്ററുകളുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ നഗരം ഒത്തിരി അധികം വൃക്കരോഗികളുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഭക്ഷണ രീതിയാകാം, ഷുഗർ പ്രഷർ എന്നിവ അധികമായിട്ട് കാണുന്നതാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, വളരെയധികം വൃക്കരോഗികളുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് വൃക്കരോഗം എന്ന് പറയുന്നത് ഒത്തിരിയധികം സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗമാണ്. അപ്പം സാധാരണ മേഖലയിലുള്ള ഇന്ദിരാഗാന്ധി പോലത്തെ ഒരു ആശുപത്രിക്ക് ആ മേഖലയിൽ ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം സ്ഥിരമായി ചെയ്യേണ്ടതാണ് ഡയാലിസിസ്. അതിനെന്തിനും അഡ്മിഷന്റെ ആവശ്യം വരുവാണെങ്കിൽ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം നമുക്ക് ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ഒരു ICU, നല്ല ലബോറട്ടറി, കാർഡിയോളജി വിഭാഗത്തിന്റെ സഹകരണം, CMOT, എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ പുതുതായിട്ട് ചെയ്തിരിക്കുന്നത് 4 പുതിയ ഡയാലിസിസ് മെഷീനുകൾ, ഒപ്പം ഒരു ഹൈ ഡിപെൻഡൻസി ഡയാലിസിസ് യൂണിറ്റ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് സമയത്തും ഒരു എമർജൻസി ഡയാലിസിസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് ചെയ്ത് ഒരു നല്ല കെയർ കൊടുത്ത് ശരിയാക്കാൻ പറ്റിയ ഒരു ഹൈ ഡിപെൻഡൻസി ഡയാലിസിസ് യൂണിറ്റ്. ഒപ്പം അൾട്രാസൗണ്ട് അൾട്രാസൗണ്ട് മെഷീൻ വെച്ചിട്ടുള്ള ഡയാലിസിസ് കത്തീഡ്രൽ ഇടാനുള്ള സൗകര്യം, CMOTയിൽ പെർമനന്റ് ഡയാലിസിസ് കത്തീഡ്രൽ ഇടാനുള്ള സൗകര്യം, ഫിസ്റ്റുല ചെയ്യാനുള്ള വാസ്കുലർ സർജറി, ഡോക്ടർ പരമേശ്വരന്റെ സൗകര്യം, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇപ്പോൾ ഉണ്ട്. അപ്പം ഇപ്പൊ ഈ തുടക്കത്തിൽ നിന്നും ഇപ്പം നമ്മുടെ നിർമ്മാണം പുനരാരംഭിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് വളരാൻ, ഒപ്പം അടുത്ത ഭാവിയിൽ തന്നെ ഒരു വൃക്കമാറ്റിയുടെ ശസ്ത്രക്രിയ പോലും ഇവിടെ ചെയ്യാൻ സാധിക്കുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നു. നന്ദി. ഈ നവീകരിച്ച യൂണിറ്റിൽ ഭാഗങ്ങൾ നേരം മാത്രമേ ഈ അവസരം ഉപയോഗിക്കുന്നുള്ളൂ. ഒരു വാക്ക് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം വളരെ എളിയ നിലയിൽ ആരംഭിച്ച ഈ സ്ഥാപനം ഇന്നത്തെ നിലയിലേക്ക് വളർന്നു വന്നത് ഇതിന്റെ ഇവിടെ പ്രവർത്തിച്ച ഡോക്ടർമാരുടെയും സ്റ്റാഫിന്റെയും നഴ്സുമാരുടെയും ഒക്കെ തന്നെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് അതിന്റെ പിന്നിലുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരെ ഞാൻ അനുമോദിക്കുകയും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഇതിന്റെ ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ആത്മാർത്ഥത്തോടുകൂടി പ്രവർത്തിക്കണമെന്ന് മാത്രം വിനിയോഗവും അഭ്യർത്ഥിക്കുകയും ചെയ്തു. ചികിത്സാ സൗകര്യത്തിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് നമ്മൾ ഇന്ന് നടത്തിയിട്ടുള്ളത്. എല്ലാവരും പറഞ്ഞതുപോലെ നമ്മൾ കിഡ്നി അസുഖങ്ങൾ കൂടി വരുന്ന അവസരത്തിൽ ഇത് എത്രയോ ആളുകൾക്ക് വലിയൊരു ഉപകാരപ്രദമാകുന്ന ഒരു സംരംഭമാണ്. കിഡ്നിയുടെ അസുഖം എല്ലാം കൂടുന്നു എന്നുള്ളത് പറഞ്ഞ 20 കൊല്ലം മുമ്പേ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കിഡ്നി സംവിധാനം ഡയാലിസിസ് കോഴിക്കോട് മാത്രമേ ഉണ്ടായിരുന്നത്. ആ ഒരു സംവിധാനം കൊണ്ട് തന്നെ നമ്മൾ ഈ ഭാഗത്തുള്ള ആളുകളുടെ കിഡ്നി പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇന്ന് എത്രയോ സ്ഥലങ്ങൾ കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് 100-ലധികം ഡയാലിസിസ് സെൻ്ററുകൾ വന്നു. അതിൻ്റെ അർത്ഥം അതിനനുസരിച്ച് 100 കണക്കിന് കിഡ്നി രോഗികൾ കൂടുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ്. നമ്മുടെ പ്രമേഹവും രക്തസമ്മർദ്ദവും ഹൃദയാഘാതവും കൊളസ്ട്രോളും ഒക്കെ കൂടുന്നതാണ് നമ്മളുടെ പ്രധാന കാരണം. അത് ശരിയായ രീതിയിൽ ചികിത്സിക്കാത്തത് കൊണ്ടും ഈ ഡയാലിസിസ് പ്രമേഹത്തിൻ്റെ ഒക്കെ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത് കൊണ്ടുമാണ് കിഡ്നി പ്രവർത്തനം മന്ദീഭവിച്ചു പോകുന്നത്. കിഡ്നിയുടെ പ്രവർത്തനം മന്ദീഭവിക്കുന്നതനുസരിച്ച് മൂത്രം ഉണ്ടാകുന്നത് കുറയുകയും അത് ഒരു ദിവസം ഒരു 1.5 ലിറ്റർ മൂത്രം പോകേണ്ടത് കുറഞ്ഞ് 10, 100 ml, 200 ml ആയി വരുമ്പോൾ നമ്മളുടെ മലിനാംശം ശരീരത്തിൽ കൂടുകയും അതിനനുസരിച്ച് ശരീരം വഷളാവുകയും അബോധാവസ്ഥയിലേക്ക് പോവുകയും മരണം സംഭവിക്കുകയും ചെയ്യുകയാണ്. ഈ ഡയാലിസിസ് മെഷീൻ ചെയ്യുന്നത് നമ്മൾ ഈ കിഡ്നിയുടെ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി പുറമെ ഒരു ആർട്ടിഫിഷ്യൽ കൃത്രിമമായ ഒരു കിഡ്നി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ കൂടി നമ്മുടെ രക്തം കടത്തിവിട്ട് ഈ മാലിന്യങ്ങളെ പീരിയോഡിക്കായിട്ട്, അതായത് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഈ മാലിന്യങ്ങളെ കിഡ്നി വൃത്തിയാക്കുന്നത് പോലെ ഈ ഉപകരണം വൃത്തിയാക്കി ആ മാലിന്യങ്ങൾ മുഴുവൻ കളയുകയാണ്. അപ്പോൾ അത് നമ്മൾ 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെ ഈ മാലിന്യം കൂടുന്നു. അപ്പോൾ അതിനനുസരിച്ച് പിന്നെയും ഇത് മിഷനിൽ കണക്ട് ചെയ്ത് ഈ മാലിന്യങ്ങളെ നീക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ 2 ദിവസത്തിന് പകരം 1 ദിവസം കൊണ്ട് കൂടി ഈ ഡയാലിസിന്റെ ആവശ്യം കൂടിക്കൂടി വന്ന് ബുദ്ധിമുട്ടായിരുന്നു. അത്തരത്തിലുള്ള രോഗികളെയാണ് നാം ക്രോണിക് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. റീനൽ ഫെയിലിയർ ഈ അവസ്ഥയിലേക്ക് പോകുന്ന രോഗികളുടെ എണ്ണം വളരെ വളരെ കൂടി വന്നിരിക്കുകയാണ്. അത് നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അത് നമ്മൾ ചെയ്യേണ്ട പ്രധാന കാരണം നമ്മൾ വ്യായാമം ചെയ്യുക, അമിതമായ ഭക്ഷണം കഴിക്കാതിരിക്കുക, ഒരു വയസ്സ് കഴിഞ്ഞാൽ ഷുഗറും പ്രഷറും ഉണ്ടോ എന്ന് നോക്കുക, പരിശോധിച്ചതിന് ശേഷം അത് യഥാർത്ഥ ചികിത്സിക്കുക. നമ്മൾക്ക് ചികിത്സിച്ചാൽ അത് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ ചികിത്സിക്കാതെ വിട്ടാൽ ഇത്തരത്തിലുള്ള കിഡ്നി അസുഖങ്ങൾ വരും, ബുദ്ധിമുട്ടാവും, കുടുംബത്തിനും സമൂഹത്തിനും ബാധ്യതയാവും, ഇതിന്റെ ചെലവുകൾ വർദ്ധിപ്പിക്കും, നാട്ടിനെ തന്നെ വലിയൊരു തീരാബാധ്യതയായി മാറും. ഞാൻ ഇതിന്റെ ഓഹരി കാരണം കൂടിയാണ്.
അതുമാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു ചാരിറ്റി അസോസിയേഷൻ ഇവിടെ ഈ പ്രദേശത്തിന്റെ ചുറ്റുപാട് വൃക്ക പരിരക്ഷണ ക്യാമ്പുകൾ നടത്തി വരികയാണ്. എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്ക് വൃക്ക രോഗത്തെ കുറിച്ചുള്ള അവബോധനം ഞങ്ങൾക്ക് സാധാരണഗതിയിൽ സന്ദീപ് ശ്രീധരനാണ് ഞങ്ങളുടെ ക്യാമ്പിൽ ഡോക്ടറായിട്ട് വരാറുള്ളത്. ഞങ്ങൾ അവിടെ പറയാറുള്ളത് ഇവിടെയുള്ള എല്ലാ ഡയാലിസിസ് കേന്ദ്രങ്ങളും അടച്ചുപൂട്ടാൻ ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ്. കാരണം ഡയാലിസിസ് കേന്ദ്രങ്ങൾ വർദ്ധിക്കുന്നത് വൃക്ക രോഗം വർദ്ധിക്കും. ഡോക്ടർ ടോം ജോർജ് പറഞ്ഞതുപോലെ വൃക്ക രോഗങ്ങൾ വർദ്ധിക്കുന്നു എന്നതിന്റെ അർത്ഥമാണ്. വൃക്ക രോഗങ്ങൾ ബാബു രാമേന്ദ്രൻ പറഞ്ഞതുപോലെ നമ്മൾ അവബോധം ഉണ്ടാക്കേണ്ടത് ചെറിയ കുട്ടികളിലും മറ്റുള്ളവരിലുമൊക്കെ ഈ നമുക്കുള്ള രോഗങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി. ഈ തരത്തിലുള്ള രോഗങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്, മറ്റുള്ള അണുബാധകൾ പോലെയല്ല. ഈ രോഗം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അവബോധങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യേണ്ടത്. ഞങ്ങളിൽ അവബോധം സൃഷ്ടിക്കേണ്ട ഒരു പരിപാടി കൂടെ ഇതിനോടനുബന്ധിച്ചിട്ട് നിങ്ങൾ നടത്തണമെന്നൊരു അഭ്യർത്ഥന കൂടെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ സന്ദർഭം തന്നതിന് മെമ്പർ ദിവാകരനോടും അവരോടും മറ്റുള്ളവരോടും ഒക്കെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരി ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഓരോ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷകരവും അഭിമാനകരവുമായ ഒരു ദിവസമാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഇന്ന് വൃക്ക സംബന്ധമായ രോഗങ്ങളും ഡയാലിസിസ് രോഗികളും കൂടി വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. ആ ഒരു സമയത്ത് തലശ്ശേരിയിൽ 2 വളരെ വിദഗ്ധമായ ഡോക്ടർമാർ നെഫ്രോളജിസ്റ്റിന്റെ കീഴിൽ എല്ലാ സംവിധാനങ്ങളോട് കൂടിയ ഒരു നെഫ്രോളജി ആൻഡ് ഡയാലിസിസ് യൂണിറ്റ് നമുക്കിവിടെ പ്രവർത്തന സജ്ജമാക്കാൻ പറ്റിയെന്നുള്ളത് വളരെയധികം സന്തോഷകരവും അഭിമാനകരവും തന്നെയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മൾ തലശ്ശേരി ഈ ഹോസ്പിറ്റലിലെ എല്ലാ ജീവനക്കാരും ഈ ഹോസ്പിറ്റലിനെ എത്രത്തോളം വിവരത്തിൽ എത്താൻ പറ്റുമോ അതിനുവേണ്ടി തീർച്ചയായും പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ വരുന്ന രോഗികൾക്ക് എല്ലാവിധ സ്നേഹവും സമാധാനവും ആശ്വാസവും നൽകാനും അവരുടെ രോഗങ്ങൾ കഴിയുന്നത്ര വേഗത്തിൽ മാറ്റുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവിടുത്തെ എല്ലാ ജീവനക്കാരിൽ നിന്നും ഉണ്ടാവും. ഡോക്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഡോക്ടർമാരുടെ നിന്നുള്ള എല്ലാ സഹകരണങ്ങളും ഞാൻ ഈ അവസരത്തിൽ വാഗ്ദാനം ചെയ്യുന്നു. ഈ ആസ്പത്രിയുടെ വളർച്ചയില് ഞങ്ങൾ എല്ലാവരെയും കൂടെ നിന്ന നട്ടലോടുകൂടി നിന്ന എൻ്റെ PA, എൻ്റെ അഡ്വൈസർ, എൻ്റെ ആസ്പത്രിയിലെ ഡയറക്ടർ ദാമോദരനെ ഞാൻ വിനയപൂർവ്വം ഈ ആശുപത്രിയുടെ ഒരു ശൈശവ ദിശയിൽ ഇവിടെ ജനറൽ മാനേജരായി 2008 വരികയും ദീർഘമായ 13 വർഷത്തെ സേവനത്തിന് ശേഷം 2020 ജൂൺ 30 ഇവിടെ നിന്ന് മാറി കൊടുക്കുകയും ചെയ്ത എനിക്ക് ഈ ആശുപത്രിയായി ബന്ധപ്പെടാനുള്ള ഒരു അവസരം വീണ്ടും 2021 ജനുവരി മാസം തൊട്ട് ഡയറക്ടർ നോമിനേറ്റഡ് പ്രൊഫഷണൽ സെക്ഷൻസ് എന്ന പുതിയൊരു വകുപ്പ് സഹകരണ മേഖലയിൽ ഉണ്ടായതിൻ്റെ ഫലത്തിൽ ശ്രീ മെമ്പർ ദിവാകരൻ അനുവദിച്ചിരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഡയറക്ടറെ കൊടുക്കുകയും ചെയ്തു. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുമാതിരി ഈ ആശുപത്രിയുടെ വളർച്ച ഈ നാട്ടിലെ ഒരുപക്ഷെ ഈ സംസ്ഥാനത്തിൻ്റെ തന്നെ വലിയൊരു നാഴികക്കല്ലായി മാറുന്നു കഴിഞ്ഞു. കാരണം സഹകരണ മേഖലയിൽ ഒരുപാട് ഏകദേശം 121 സഹകരണ ആശുപത്രികൾ ദേശീയ പ്രവർത്തിച്ച് ഇപ്പോൾ നിൽക്കുന്നത് 63 എണ്ണത്തിലാണ്. ആ 63 എണ്ണത്തിൽ ആദ്യത്തെ 10 ഇന്ദിരാഗാന്ധി ആശുപത്രി സംസ്ഥാന ലെവലിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ ചാരിതാർത്ഥ്യമാണ്. ആ 10-ൽ നിന്ന് അടുത്ത ഏതോ 2-3 വർഷത്തിനകം അതിന് 1-ലോ 2-ലോ 3-ലോ എത്തി നിൽക്കാൻ സാധ്യത, 1-ൽ 2-ൽ 3-ലെങ്കിലും എത്തി നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഏതായാലും ഈ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമുള്ള പുരോഗതിക്കായി പ്രാർത്ഥിച്ചുകൊണ്ടും ഇപ്പോൾ തുടങ്ങിയ ഈ ഡയാലിസിസ് യൂണിറ്റിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞു കഴുതപ്പുറത്ത്, കറുത്ത കഴുതപ്പുറത്താണ് ഇവിടെ ഇതുവരെ യാത്ര ചെയ്യുന്നത്. ഞാനും ഒരു കഴുത ആയിരുന്നു. ശരി, നമ്മൾ ജനുവരി 19 നമ്മൾ വെള്ളക്കുതിർപ്പുറത്ത് കയറുക. ഞാൻ വയസ്സ് 74 17 വയസ്സാണ്. അതുകൊണ്ട് ഞാൻ കുതിരപ്പുറത്ത് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചു പോകും. ജീവനക്കാരോട് ഒന്നേ പറയാനുള്ളൂ, നിശ്ചയദാർഢ്യത്തോടെ ആത്മാർത്ഥതയോടെ നിങ്ങൾ ജനങ്ങളെ സേവിച്ച് അവരെ കൂടെ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കഴിയാം.
അല്ലെങ്കിൽ നിങ്ങൾ എത്ര കരുത്തരായാലും നിങ്ങൾ ഈ ആസ്പത്രിയിൽ ഉണ്ടാവില്ല. ഇതെന്റെ വാക്കാണ്. സമൂഹത്തിനോട് ബാധ്യത, ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളോട്, രോഗികളോട്, കുത്തിരിപ്പുകാരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് അവരെ സേവിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അതുപോലെ നിങ്ങൾ പോകണം. നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് വളർന്നു വരുന്ന ഡയാലിസിസ് രോഗികളുടെ എണ്ണം അത് വളരെയധികം ഭയാശങ്ക ഉളവാക്കുന്നതാണ്. അത്തരത്തിൽ കാലത്തിന് അനുസൃതമായി നമ്മുടെ ഹോസ്പിറ്റലുകളും ഡയാലിസിസിന്റെ സെന്ററിലേക്ക് കടന്നു വന്നു. 2019 നമ്മുടെ ബഹുമാനപ്പെട്ട MP ശ്രീ കെ മുരളീധരൻ അവരുകൾ ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതി വളരെ നല്ല രീതിയിൽ തന്നെ 2 വർഷം കടന്നുപോയി എന്നുള്ളത് വളരെയധികം സന്തോഷകരമായ ഒരു കാര്യമാണ്. അതുപോലെ ഈ സ്ഥാപനത്തിന്റെ ഏതു പ്രവർത്തനങ്ങളിലും ഒരു യൂണിയൻ എന്ന രീതിയിലും മുഴുവൻ ജീവനക്കാർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും എന്നും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ആദ്യം തന്നെ കൈതട്ടം തന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഇവിടെയുണ്ട്. അദ്ദേഹം മറ്റാരുമല്ല, പുറത്തുകാരനാണ്. ഞാൻ പറഞ്ഞാൽ അധികാരി പോകുകയാണ്. അദ്ദേഹം ചെറിയൊരു വീടെടുക്കുന്നുണ്ട് കൂത്തുപറമ്പിൽ. എന്നെ ക്ഷണിക്കോ, ചെറിയ വീടാണ്. ആരോ പറഞ്ഞ 70 കോടിന്റെ വീടാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ആ 70 കോടിന്റെ വീടെടുക്കുമ്പോ ഒരു 20 കോടി നമുക്ക് അത് എന്തെങ്കിലും എത്ര സമയമാണ്. അതായത് പുള്ളി 20 കോടി എന്ന് തരാന്ന് പറയുന്നത്. ഇവിടെ എന്ത് അദ്ദേഹത്തിന് ഞാൻ ഒരു വാക്ക്. ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. നമ്മൾ വളരെ നല്ലൊരു സഹോദര ബന്ധമാണ് നമുക്കുള്ളത്. ഈ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം വളരെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉയർച്ച അത്യുന്നതങ്ങളിലേക്ക് എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ ഈ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും വളരെ പരിഗണനയാണ് കിട്ടുന്നത്. ഏതൊരു പാവപ്പെട്ട ആളായാലും ആരും അത് മുഖം നോക്കാതെയാണ് ഇവിടെ ചികിത്സ കിട്ടുന്നത്. ആർക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും നമ്മുടെ പ്രസിഡന്റിനെ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യവും കിട്ടുന്നുണ്ട്. അത് നമുക്ക് പലപ്പോഴും മറ്റുള്ള ഹോസ്പിറ്റലിൽ കിട്ടാറില്ല. ഏതായാലും ഇന്നത്തെ ഈ ഭക്ഷണ ഇതിന്റെ സാഹചര്യത്തിലും ഒരുപാട് കിഡ്നി രോഗികൾ ഉണ്ടായിട്ടുണ്ട്. അത് ഓരോ ഗ്രാമങ്ങളിലും സിറ്റീസിലും അത് വളരെയധികം കൂടുതലാണ്. ഇവിടെ അതിനു വേണ്ടിയിട്ട് ഒരു നല്ല ഒരു യൂണിറ്റ് വർക്ക് ചെയ്യുകയും അതിന് ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടേഴ്സ് വന്ന് അത് കൺസൾട്ട് ചെയ്യുകയും ചെയ്തതുകൊണ്ട് നമുക്ക് ഈ ഒരു കിഡ്നി രോഗത്തിന്റെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഹോസ്പിറ്റലായിട്ട് നമുക്കിത് മാറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ സംരംഭത്തിന് എൻ്റെ എല്ലാ ആശംസകളും. ഉദ്ഘാടന ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിയ നമ്മുടെ ആശുപത്രി പ്രസിഡന്റായ മമ്പലം ദിവാകരൻ സാറിനെ ആദ്യമായി നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ഈ ഉദ്ഘാടനം നിർവഹിച്ചിരുന്ന തലശ്ശേരി അതിരൂപത ജോർജ് പാങ്ങൽ അവർക്കും ഈ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. നേരത്തെ സമയക്കുറവ് മൂലം ഇവിടെ നിന്ന് തിരിച്ചുപോയ അനുകുമാരി IASനും നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ ഈ വേദിയിൽ ഈ ചടങ്ങിന്റെ ഡയാലിസിസ് യൂണിറ്റിന്റെ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിന് ചുക്കാൻ പിടിച്ച ഈ ആശുപത്രിയിലെ മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ KP സിദ്ദീഖ് സാറിനും സ്വാഗതം പറയുന്നു, നന്ദി പറയുന്നു. അതോടൊപ്പം ഈ വേദി ഉപേക്ഷിതരായിരിക്കുന്ന ഡയറക്ടറുമായ V ഭാസ്കരൻ മാസ്റ്റർ, അതുപോലെ തന്നെ സീനിയർ ഡോക്ടർ ബാബു രവീന്ദ്രൻ ഡോക്ടർ, ടോം ജോസ്, മറ്റ് ഡയറക്ടർമാരായ O ദാമോദരൻ സർ, സക്കീന സർ മാഡം, മറ്റ് ഡോക്ടർമാരെ, നല്ലവരായ നമ്മുടെ സഹപ്രവർത്തകരെ, ഈ വേദി വളരെയധികം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിച്ചേരുകയും നമ്മുടെ പുതിയ സംവിധാനത്തിന് എല്ലാവിധ സഹകരണവും വാഗ്ദാനം നൽകാൻ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാ ഇടപാടുകളും നമ്മുടെ ബാങ്കിലായിരിക്കും. അതുപോലെ ഇന്ദിരാഗാന്ധി ആസ്പത്രിയുടെ ഡയറക്ടർമാരെ പോലെ തന്നെയാണ് ആ ബാങ്കും. കണ്ണൂർ ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ബാങ്കായി അത് മാറും. അതിന് 10 ലക്ഷം രൂപ ഒറ്റ ദിവസം കൊണ്ട് കൊടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഓക്കെ, യോഗം നടപടികൾ അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി.